ജീവിതത്തിൽ ഒരു അബദ്ധം പറ്റി എനിക്ക്. റോഡിൽ കിടന്ന് ഒരു 3 പിള്ളേരെയും ഒരു വട്ട് പിടിച്ച സ്ത്രീയെയും ഞാൻ ഒരു വീട് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇവർ പറയണമെന്ന് വെച്ചാൽ ഇവർക്ക് 1 കോടി രൂപ വേണമെന്നാണ് ഇപ്പോൾ പറയണത്. ഇവർക്ക് വട്ടാണ്. പോലീസിൻ്റെ കയ്യിൽ നിന്നില്ല. ഞങ്ങൾ 2 ദിവസം മുമ്പ് രാത്രി പോലീസ് സ്റ്റേഷനിൽ കിടന്ന് അമ്മാതിരി അലിവ് കാണിച്ച് ഹായ് ഹലോ നമസ്കാരം, ഞാൻ അനിൽ ചന്തോച്ചിറ. നമ്മളെല്ലാവരും ഇന്നലെ കണ്ടതാണ് ഈ ഒരു വീഡിയോ. ഷാലു പേരനോട് പറയാനുള്ളത് എനിക്ക് ഒന്നേ ഉള്ളൂ. അദ്ദേഹം നല്ലൊരു സാമൂഹ്യ പ്രവർത്തകനാണ്, ഒരുപാട് പേർക്ക് ചാരിറ്റി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഇന്നലെ നിങ്ങൾ ചെയ്ത ഈ ഒരു പ്രവൃത്തി വേണ്ടായിരുന്നു. കാരണം ആ ഒരു സ്ത്രീക്ക് നിങ്ങളുടെ അമ്മയുടെ പ്രായമുണ്ട്. അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ നിങ്ങൾ തല്ലേണ്ട ആവശ്യമില്ലായിരുന്നു. അതെന്ത് വിഷയമാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത് നിയമപരമായി പോകാമായിരുന്നു. അവർ 1 കോടി രൂപ നിങ്ങളോട് ചോദിച്ചെങ്കിൽ നിയമപരമായി അതിനെ നേരിടാമായിരുന്നു. നിങ്ങളിതിനെ ന്യായീകരണമായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അവർ നിങ്ങളെ എറിയാൻ വലിയൊരു കല്ലെടുത്തുകൊണ്ട് വന്നെന്നുമൊക്കെ. അതൊന്നും ഒരു ന്യായമല്ല. കാരണം നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകനാണ്. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്നും സമൂഹത്തിന് മാതൃകയാകേണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ പറയുന്നുണ്ട് അവർക്ക് മാനസികമായി വിഷയമുണ്ട് ഒരു സ്ത്രീയാണെന്ന്. ആ ഒരു വീഡിയോ നിങ്ങൾ പോലീസ് സ്റ്റേഷനിലെ പ്രശ്നങ്ങളെല്ലാം നിങ്ങൾ തന്നെ പബ്ലിഷ് ചെയ്യുമ്പോൾ എന്തുകൊണ്ടൊരു മാനസിക പ്രശ്നമുണ്ടെന്ന് പറഞ്ഞ ഒരു സ്ത്രീ നിങ്ങളെ എറിയാൻ വന്നപ്പോൾ നിങ്ങൾ അവിടുന്ന് പോയില്ല? നിങ്ങൾക്ക് അവിടുന്ന് പോകാമായിരുന്നു. അവിടുന്ന് മാറിയിട്ട് അത് നിയമപരമായി തന്നെ നിങ്ങൾക്ക് ആ വിഷയം തീർക്കാമായിരുന്നു. നിങ്ങൾ അതല്ല ചെയ്തത്. അവരെ തല്ലുകയാണ് ചെയ്തത്. തല്ലിയിട്ട് ന്യായീകരിക്കുന്നത് ഒട്ടും ശരിയുള്ള ഒരു കാര്യമല്ല. അതും പ്രത്യേകിച്ച് ഒരു സാമൂഹ്യ പ്രവർത്തകന്. നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകനായതുകൊണ്ട് മാത്രമാണ് നിങ്ങൾക്കെതിരെ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഷാലു പേയാടിനോട് എനിക്ക് ചോദിക്കാൻ ഒരു കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഈ ഒരു വീട് വെച്ച് കൊടുത്തത് ഒറ്റ ദിവസം കൊണ്ട് ചെയ്ത പരിപാടിയല്ല. എന്തായാലും 1 വർഷത്തിൽ മേളിൽ നിങ്ങൾക്ക് അവരുമായി നല്ല ഒരു ബന്ധമുണ്ട്. ഈ 1 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു അവർക്ക് മാനസിക വിഷയമുള്ള ഒരു സ്ത്രീയാണെന്ന്. എന്തായാലും മാനസിക വിഭ്രാന്തിയുള്ള ഒരു സ്ത്രീ ആണെങ്കിൽ അവർ 1 വർഷം നമ്മളോട് സഹകരിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ചെറിയ സൂചനയെങ്കിലും കിട്ടും. ഇല്ലെന്ന് നിങ്ങൾ പറയരുത്. വീട് പണി സമയത്ത് അവർക്ക് മാനസിക പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു. അവർ വീട്ടിലേക്ക് താമസം മാറി അതിനുശേഷം അവർ 1 കോടി രൂപയാണ് നിങ്ങളോട് ചോദിച്ചതെന്ന് പറയുന്നു. ഓക്കെ, ഈ 1 കോടി രൂപ ചോദിച്ചപ്പോഴാണ് അവർക്ക് മാനസികമായി പ്രശ്നമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ അത് മനസ്സിലായ അവർ നിങ്ങളോട് വയലൻ്റായ ആ സമയത്ത് നിങ്ങൾക്ക് അവിടുന്ന് പോകാമായിരുന്നു. പോയതിന് ശേഷം അത് നിയമപരമായി തന്നെ നേരിടണമായിരുന്നു. അങ്ങനെയാണ് സമൂഹത്തിൻ്റെ മുന്നിൽ നിങ്ങളുടെ വിലയും നിലയും നിങ്ങൾ തെളിയിക്കേണ്ടത്. അല്ലാതെ പൊതുമധ്യത്തിൽ ഒരു സ്ത്രീയെ തല്ലിയിട്ടല്ല. അതും നിങ്ങളുടെ അമ്മയുടെ പ്രായമുള്ള ഒരു സ്ത്രീയാണ്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഇന്ന് പലരും വിമർശിക്കുന്നത്. നിങ്ങളൊരു സാമൂഹ്യ പ്രവർത്തകനും നല്ലൊരു സോഷ്യൽ വർക്കറാണ്. ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ചാരിറ്റി ചെയ്ത നല്ല നന്മയുള്ള ഒരു മനുഷ്യൻ തന്നെയാണ് നിങ്ങൾ. പക്ഷേ ഈ ചെയ്തതിന് ആരും അനുകൂലിക്കില്ല. നിങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് 100% അടിവരയിട്ട് പറയേണ്ടി വരും. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളോട് എൻ്റെ ചോദ്യമാണ്, ഈ വിഷയത്തിൽ ഷാലു പേ ചെയ്തത് ശരിയാണോ തെറ്റാണോ? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റായി എഴുതുക.